ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് പെൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. യെസ്, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്, പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിരുന്നു. ജോലി, ഡാൻസ്, ഒത്തിരി ലേറ്റ് ആയിട്ടുള്ള വർക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ നല്ല ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഹൈ ടൈം ഫോർ മീ ടു കൺസിസ്റ്റൻ്റ്ലി ഡു സം സ്റ്റഫ്സ് ആൻഡ് വൺ ഓഫ് ഇറ്റ് വാസ് പുട്ടിങ് ദിസ് വീഡിയോ. അപ്പം ഞാനിങ്ങനെ ഏത് വീഡിയോ ഇടണം, ഏത് കണ്ടൻറ് ഇടണം എന്നാലോചിച്ചിരുന്നപ്പോഴാണ് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ടോപ്പിക് എൻ്റെ തലയിലേക്ക് വന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നൊരു ടോപ്പിക്കാണ്. വർഷങ്ങളായിട്ട് എന്നും ആര് ഇതുപോലത്തെ ഒരു വ്ളോഗ് ഇട്ടാലും ഞാൻ കയറി ക്ലിക്ക് ചെയ്ത് കാണുന്നതാണ്. അപ്പം ഞാനും ഇടണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഇരുന്നിട്ടുള്ളതാണ് കുറേ വർഷങ്ങളായിട്ട്. പക്ഷേ ഞാൻ കരുതി എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം. ഐ തോട്ട് ഓഫ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വാട്ട് ഈസ് ഇൻ മൈ ഓഫീസ് ബാഗ് എന്ന് കാണിക്കാമെന്ന് കരുതി. എൻ്റെ ബാഗിൻ്റെ ഒരു വൻ കളക്ഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡിലിടാം. പക്ഷേ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി കൊണ്ടുപോകുന്ന ഓഫീസ് ബാഗിലുള്ള കുറച്ച് കുട്ടി സാധനങ്ങൾ, ഇതൊരു ക്യൂട്ട് വ്ളോഗാട്ടോ. ഇതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഐ തോട്ട് ഓഫ് ജസ്റ്റ് ഹാവിങ് സം ഫൺ ടൈം. യെസ്, സോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറണ്ട് ബാഗ് ലോങ്ഷോമിൻ്റെയാണ്. നമ്മൾക്ക്, അതായത് എനിക്ക് ലൂയി വിറ്റോണും അല്ലെങ്കിൽ അർമാണിയും ഗുച്ചിയും ഷനേലും അങ്ങനെയുള്ള ബ്രാൻഡ്സൊക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് അതിൻ്റെയൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സാണ് ഇഷ്ടം. എനിക്ക് നമ്മൾ 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്നതിൻ്റെ ആ ഒരു വാല്യൂ എനിക്ക് വേർതായിട്ട് എന്തോ തോന്നുന്നില്ല. മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി മാറാൻ ഇനിയും കുറേ നാളെടുക്കുമായിരിക്കും. പക്ഷേ എനിക്ക് അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് മേടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ വർത്ത് എനിക്ക് എന്തോ മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു വെയിലത് ഇതാവുന്നില്ല, ഒരു മാച്ചല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാഗ്സ് കൂടുതലും സാറ, പിന്നെ മൈക്കിൾ കോഴ്സ്. എൻ്റെ ഓഫീസ് ബാഗ് മൈക്കിൾ കോഴ്സ് ആയിരുന്നു. അത് സാമാന്യം ഒരു നമ്മുടെ നാട്ടിലെ ഒരു 40,000-ൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ബാഗാണ്. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലോങ്ഷോംപാണ്. ലോങ്ഷോം എന്ന് പറയുമ്പം അതിൻ്റെ പല റേഞ്ചുള്ള ബാഗുണ്ട്. പക്ഷെ വാട്ട് ഐ എം യൂസിങ് റൈറ്റ് നൗ ഇസ് എ വെരി കോമൺലി യൂസ്ഡ്, എന്താ പറയുക, ഓഫീസ് ബാഗാണ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ബാഗാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ലെതർ ഫിനിഷാണ്. അപ്പോൾ ഈ ലോങ് ഷാംപ് എന്ന് പറഞ്ഞ ബാഗ് മേടിച്ചപ്പോഴാണ് ഞാൻ എന്തായാലും വ്ളോഗ് ഇടണം എന്ന് കരുതിയത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് എല്ലാവരും ഇവിടെ സ്വിറ്റ്സർലൻഡിൽ കുറേ പേര് യൂസ് ചെയ്യുന്നൊരു ബാഗാണ്, ബ്രാൻഡാണ്. പക്ഷേ ഇതൊരു പാരീസിൽ ഒറിജിനേറ്റ് ആയിട്ടുള്ള ബാഗാണ്. മിനി ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. എക്സൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഓൺലൈനിലൊക്കെ നോക്കുമായിരിക്കും. ഞാനിവിടെ സ്യൂറിഹിലെ ഷോപ്പിൽ പോയിട്ടാണ് മേടിച്ചത്. ഞാൻ എൻ്റെ കുറേ റിവ്യൂസ് കണ്ടിരുന്നു, കുറേ പേര് മേടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മിനി വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. പക്ഷേ ഷോൾഡറിൽ തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ മേടിക്കേണ്ടി വരും. ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് സൈസാണ്. ബിക്കോസ് എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിൽ അവിടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും ഞാൻ മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ ലാപ്ടോപ്പ് ഞാൻ എടുക്കും. ലാപ്ടോപ്പും എൻ്റെ ബുക്കും ഹെഡ്ഫോൺസും എല്ലാം കൂടി വെക്കുമ്പോഴത്തേക്കിനും എൻ്റെ ബാഗ് നിറയും. അപ്പം ഐ കാൺട്ട് വർക്ക് വിത്ത് എ സ്മോൾ ബാഗ്. ഇപ്പം നിങ്ങൾ പുറകിലിരിക്കുന്നത് എൻ്റെ മൈക്കിൾ കോഴ്സിൻ്റെ അനദർ ബാഗാണ്. അപ്പോൾ അത് പ്യുവർ ലെതർ, കംപ്ലീറ്റ് ലെതറാണ്. പക്ഷെ അത് ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണ്. അതിന് തന്നെ നല്ല വെയിറ്റാണ്. അപ്പോൾ ഈ ലോങ് ഷോംപിന് എനിക്ക് അത്ര വെയിറ്റ് ഒന്നും ഇല്ല. എൻ്റെ എല്ലാ സാധനങ്ങളും കൊള്ളും. സോ അഴുക്കൊക്കെ ആയാലും നെഞ്ചത്ര വേദനെടുക്കത്തില്ല. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദിസ് വൺ. ഒരു പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, മിനിമൽ ലൈഫ് സ്റ്റൈലിന് പറ്റുന്ന നല്ല മെറ്റീരിയലുള്ള, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ബാഗാണ് ലോങ് ഷോംപ്. അപ്പോൾ നമുക്ക് ബാഗിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ലോങ് ഷോംപിൻ്റെ എൻ്റെ ഓഫീസ് ബാഗ്. അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്
ഇവിടെ ഈ ഒരു പോർഷൻ ലെതറാണ്, ഈ ഒരു പോർഷനും ലെതറാണ്. ബാക്കിയെല്ലാം എന്തോ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ടുള്ളതോ റീസൈക്കിൾഡ് മെറ്റീരിയലാണ് ഇത്. എനിക്കറിയില്ല, ഇത് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. പക്ഷേ ഇത് ക്ലോത്ത് അല്ല, വാട്ടർ പ്രൂഫ് അങ്ങനെയല്ല. പക്ഷേ ഇതിൽ വെള്ളം വീണാലും തുള്ളി തുള്ളിയായിട്ട് മുകളിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമില്ല. പിന്നെ ഇവിടെ സൈഡിലും ലെതറാണ്. പിന്നെ ലോങ്ഷാമിൻ്റെ ലോഗോ ഇസ് ഹിയർ ആൻഡ് ഓൾസോ ഇവിടെ ഈ സിബ് പാറ്റേണും ലോങ്ഷാമ്പിൻ്റെ ആണ്, അതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രാൻഡുകൾ വരുമ്പോൾ ബ്രാൻഡിൻ്റെ നെയിമും ലോഗോയും ഒക്കെ ഉള്ളതാണല്ലോ അവരുടെ ഒരു ശീലം. അപ്പോൾ എനിക്കും അതിഷ്ടമാണ്. പിന്നെ ഇവിടെ ബട്ടണിലും ലോങ്ഷാമ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഹിയർ ആസ് വെൽ. എന്നിട്ട് പിന്നെ താഴത്തെ ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ വേറെ ഇതും ക്ലോത്ത് തന്നെയാണ്. താഴെ ഇങ്ങനെ അഡീഷണലായിട്ട് ലെയേഴ്സൊന്നും ഇല്ല. പിന്നെ ഇത് ഒത്തിരി യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കോർണേഴ്സൊക്കെ ചിലപ്പോൾ പ്രശ്നം വന്നാലായി. പക്ഷേ എനിക്കിതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബാഗിന് വേണ്ടി പേ ചെയ്തത് ഓൾമോസ്റ്റ് 190 ഫ്രാങ്ക്സ് ആണ് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വിത്ത് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 20,000 രൂപ അത്രയേ ഞാൻ ഈ ബാഗിന് കൊടുത്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ഈ ബാഗാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ്. ലൈറ്റ് വെയ്റ്റ്, ഈസി ടു ഹാൻഡിൽ, എലഗൻറ്റ്. ഇതിൻ്റെ തന്നെ പല കളർ വേരിയേഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗ്രീന്, ഗ്രേ, ബേജ്, ബ്ലാക്ക്, നേവി ബ്ലൂ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. പക്ഷേ ഐ വെൻറ്റ് ഫോർ ബ്ലാക്ക്. ബേജ് എനിക്കിഷ്ടമായിരുന്നു. ബേജ് പക്ഷേ പെട്ടെന്ന് അഴുക്കായാലോ ലിപ്സ്റ്റിക്ക് പോലും ആയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഈ ബാഗ് തുറക്കുന്നത്. ഇഫ് യു സീ ഹിയർ, ഇത് ലെതറാണ് ഇവിടെ കേട്ടോ. ഇത് ഈ ഒരു ഏരിയ ലെതറാണ്. ആൻഡ് ഹിയർ ഓൾസോ ദ ഹാൻഡിൽസ് ആൻഡ് എവറിത്തിങ് ഇസ് സൂപ്പർ നൈസ്ലി ഫിനിഷ്ഡ്. നമുക്കത് ഭയങ്കര വെയിറ്റൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എന്താണെന്നുള്ളത് കാണിക്കാം. പിന്നെ ഈ ബാഗ് നമുക്ക് ഇതിലൊന്നും ഇല്ലാതെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാഗ് നമുക്ക് മടക്കി നമുക്ക് ഇവിടെ ഒരു ഹുക്കുണ്ട്. മടക്കി ഈ സാധനം ആ ഹുക്കിലൊട്ടിച്ചാൽ ഈ ബാഗ് ഏറ്റവും ചുരുട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഗ്രോസറി ടു ഓഫീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബാഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതതിൻ്റെ പോക്കറ്റാണ്. സോ ഇഫ് യു ഗോ ഇൻസൈഡ്, ഇവിടെ നമുക്ക് ഈ ബാഗിന് ഉള്ളിൽ നമുക്ക് സിബോ ലെയേഴ്സോ ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് ഒരു എക്സ്ട്രാ സാധനം നമുക്ക് മേടിച്ച് ഇതിനകത്ത് വെക്കാം. ടു മേക്ക് ഇറ്റ് ഓർഡർലി. എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇങ്ങനെ കള്ളി കാര്യങ്ങളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കിൾ കോർസ് മാറ്റിയത്. ഇതിപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് തപ്പി നോക്കിയാൽ എന്തും കിട്ടും എന്നുള്ളൊരവസ്ഥയിലാണ്. പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ സൈഡ് പോക്കറ്റുണ്ട്, ഇവിടെ ഒരു മിനി സൈഡ് പോക്കറ്റും ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ വിത്ത് മൈ ഫസ്റ്റ് സ്റ്റാഫ്. സോ ഈ സൈഡ് പോക്കറ്റിൽ ഉള്ളത് എൻ്റെ ഒരു ബോബി ബ്രൗണിൻ്റെ ലിപ്പ് ടിൻ്റുണ്ട്. ഇത് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് കാര്യമാണ്. എൻ്റെ ബാഗിൽ കുറച്ച് ലിപ്സ്റ്റിക്സൊക്കെ നിങ്ങൾ കാണും കേട്ടോ. പിന്നെ കീപ്പ് ഇറ്റ് അസൈഡ്. പിന്നെ എൻ്റെ ബാഗിലുള്ളത് ഒരു പേനയാണ്. സോ ഈ പേന ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് പാവലിൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന എനിക്ക് എല്ലാ പേനകളും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ ഈ പേന നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേന കൊണ്ട് നടക്കും. പിന്നെയുള്ളത് അടുത്ത പേനയാണ്. സോ ഇത് നിങ്ങളെല്ലാവരും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പാർക്കറിൻ്റെ പഴയ കാലത്ത് പേനയില്ലേ, ഇങ്ക് പേന, ആ ഇങ്ക് പേനയാണിത്. ഈ നിബൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇത് +2 തൊട്ടിട്ട് എൻ്റെ എല്ലാ പരീക്ഷകളും +2 തൊട്ട് എൻ്റെ എല്ലാ പരീക്ഷകളും മാസ്റ്റേഴ്സ് വരെ എഴുതിക്കൊണ്ടിരുന്നത് ഈ ഒരു നിബ്ബ് വെച്ചിട്ടാണ്. ഈ ഒരു നിബ്ബ് വെച്ചിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ പുറം ഒന്ന് പൊട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ ആ പുറം കളഞ്ഞ് വേറൊരു പുതിയ പേന മേടിച്ചു. എന്നിട്ട് ആ പേനയുടെ നിബ്ബൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ പുറച്ചട്ട മാത്രം എടുത്ത് ഇടിച്ചു. പിന്നെ ഈ ഒരു
ഇങ്ക് നിറയ്ക്കണ ഭാഗവും ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടു. കാര്യം അത് ഉപയോഗിക്കാതിരിക്കുമ്പം അത് എയർ ടൈറ്റ് ആവും. പക്ഷേ നിബ് ഇപ്പോഴും സെയിം ആണ്, ഈ ഒരു പോർഷനും ഇപ്പോഴും സെയിം ആണ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പെൻ ഫോർ മീ, ലക്കി പെൻ ഫോർ മീ. എൻ്റെ എല്ലാ വിജയങ്ങളുടെയും തുടക്കം ഈ പേനയായിരുന്നു. ഈ പേനയൊക്കെ പണ്ട് കോളേജിൽ ഒരു പ്രാവശ്യം എനിക്ക് മിസ്സായി പോയിട്ട് ഞാൻ ക്ലാസ്സുകൾ കയറി നടന്നിട്ടുണ്ട്. പേന കണ്ടു എല്ലാവർക്കും ഇത് ഫേമസ് ആയിരിക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് എൻ്റെ ഡെസ്കിൻ്റെ താഴെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. സോ ദിസ് പെൻ ഇസ് മൈ ലക്കി പെൻ ആൻഡ് ഐ ലവ് ദിസ് കളർ. സോ ഈ പേന ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്കൊക്കെ ഞാൻ ആക്ച്വലി മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ബിക്കോസ് ഓഫീസിൽ അത്ര ഫീസിബിൾ അല്ല. ഞാൻ ഇപ്പോഴും പേപ്പറിൽ എഴുതുന്ന ഒരാൾ തന്നെയാണ്, നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പെൻ ഇസ് important for me. It's a lucky pen. I always carry it with me. Yes, and yes, എൻ്റെ കയ്യിൽ റെയർ ബ്യൂട്ടിയുടെ ഒരു ചെറിയ ബ്ലഷ് ഉണ്ട്. സോ ഈ ബ്ലഷ് എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ കളർ ഏതാണ്? ഹോപ്പ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ചെറുതാണ്. ഇവിടെ ഇത്രയും ചെറുതിന് 29 ഫ്രാങ്ക്സോ അങ്ങനെ എങ്ങാണ്ടാണ്. ഞാനിങ്ങനെ 2 കുത്തുള്ളൂ. എന്നിട്ട് പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റില്ല, നല്ല മേക്കപ്പൊക്കെ ഇട്ടാലേ കാണാൻ പറ്റത്തുള്ളൂ. സോ ഐ ജസ്റ്റ് ബ്ലെൻഡ് ഇറ്റ്. ഇത് ലിക്വിഡാണ്. എനിക്കറിയില്ല അത് നന്നായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. എന്തോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. 2 കുത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെയർ ബ്യൂട്ടിയുടെ ഈ ഒരു ബ്ലഷ്. നമുക്ക് സെഫോറയിലൊക്കെ കിട്ടും, ഇവിടെ നാട്ടിലും കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ബ്ലഷാണ് ഫോർ എവറി ഡേ യൂസ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡാണ്. നമ്മുടെ ലിപ് ടിൻറ്റ് പോലെയൊക്കെ ഇരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഭയങ്കര നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യും. മിക്ക ദിവസവും മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ അതായത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ ഇടുമ്പോൾ അത് ശരിക്കും കാണും. ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് പീപ്പിൾ സീ അസ് ഗ്രൂംഡ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനത്രേതായിട്ടുള്ള പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് ഒരു ഇംപ്രഷൻ സൈക്കോളജിക്കലി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് കരുതി കേക്കി ആയിട്ടല്ല, മേക്കപ്പ് ഇട്ട് പോകാൻ എനിക്കിഷ്ടമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം ഇസ് അപ്പുറത്തെ പോക്കറ്റിലൊന്നും ഇല്ല കേട്ടോ. സോ നെക്സ്റ്റ് ഐറ്റം ഇൻ മൈ ബാഗ് ഇസ് മൈ അംബ്രല. യെസ്, ഇവിടെ സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. സോ ഇതെൻ്റെ ഒരു കുടയാണ്. ഇത് ഞാൻ മാംഗോയിൽ നിന്ന് മേടിച്ചതാണ്. മാംഗോയുടെ ബ്രാൻഡിൻ്റെ ആണ്. ഞാനിങ്ങനെ മാംഗോയിൽ സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ലടയ്ക്കാൻ നിൽക്കില്ലേ, അപ്പോൾ ഞാൻ അന്ന് നമ്മൾ ജാക്കറ്റ് എടുത്ത വ്ളോഗില്ലേ ഞാൻ മോടി കൊടുത്തിട്ടുണ്ട്. ആ ജാക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കിനും മേടിച്ച കുടയാണ്. എനിക്കിതുപോലെ പല ഇങ്ങനത്തെ കുടകളുണ്ട്. പണ്ട് മൃദുല തന്നിട്ടുള്ള എനിക്കൊരു കാലം കുട ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു ദിവസം ട്രാമിൽ വെച്ച് മറന്നുപോയി ലാസ്റ്റ് ഇയർ എൻഡിൽ. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ച ഒരു കുടയാണ് ഇത്. ഇതാണ് എൻ്റെ കുടയുടെ ഔട്ട്സൈഡ് പ്ലേസ്. യെസ്, സോ അത് കഴിഞ്ഞിട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ഹെഡ്ഫോൺസ്. നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. പാവൽ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ്. സോണിയുടെ മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇത്. അപ്പം ഈ ഹെഡ്ഫോൺസാണ് പാവൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏത് ഹെഡ്ഫോണാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ബിക്കോസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പാവൽ എനിക്ക് മേടിച്ചു തരാൻ കാരണം പാവലിൻ്റെ ഹെഡ്ഫോൺസാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ദിസ് ഇസ് വെരി ഗുഡ്, എസ്പെഷ്യലി ഇൻ വിൻറ്റേഴ്സ്. ഇവിടെ തണുപ്പ് കൊള്ളാതെ ഞാൻ ഓഫീസിൽ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ്സ് എൻ അമേസിങ് കളർ. നല്ലൊരു പിങ്ക് അല്ല, വൈറ്റും അല്ല, ഇതൊരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, ലാവെൻഡർ പോലത്തെ. ആൻഡ് ഓൾസോ ഇത് സൗണ്ട് പ്രൂഫാണ്. നമുക്ക് സൗണ്ട് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സൂപ്പർ സോഫ്റ്റ് ആൻഡ് ഹിയർ ആൻഡ് ഓൾ ദ ലെയർ ഇസ് ലൈക്ക് റിയലി സോഫ്റ്റ് ടു ആ ഇയർ. പിന്നെ ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇത് വെച്ചിട്ട് പോകുമ്പം എനിക്ക് ഭയങ്കര കൂളായിട്ടാണ് തോന്നുന്നത്. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് ഇറ്റ്സ് സോ നൈസ്. സോ ദിസ് ഇസ് മൈ നെക്സ്റ്റ് ഐറ്റം ഇൻ മൈ ബാഗ്. സമ്മറിലും വിൻ്ററിലും ഒക്കെ നല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഡാൻസ് പഠിപ്പിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനിത് തല വെച്ച് ചാടിയാലൊന്നും ഇത് പോകത്തില്ല. കുഞ്ഞു ഹെഡ്ഫോൺസ് എൻ്റെ ചെവിയിൽ ചെറുതായതുകൊണ്ടാണെന്ന് അറിയില്ല,
അതെപ്പോഴും ചാടി ചാടി പോകും. സോ ഫോർ മീ ദിസ് ഹെഡ്ഫോൺസ് മാച്ചസ്. ഞാനിത് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു ബോക്സ് ഉണ്ട് വെച്ചുകൊണ്ട് നടക്കാൻ, പക്ഷേ എനിക്ക് ആ ബോക്സും കൂടി വെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതിപ്പോഴും എൻ്റെ ബാഗിൽ ഇങ്ങനെ കിടക്കും. ദെൻ ഐ ഹാവ് മൈ ലാപ്ടോപ്പ്. ഇത് മാക്കിൻ്റെ ഏറ്റവും ചെറിയ വേർഷൻ ഓഫ് ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഇത് ഞാൻ മേടിച്ചതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, ഇത് കാണാം. സോ ഈ ലാപ്ടോപ്പ് ഇസ് വെരി ഈസി ടു ക്യാരി, വെരി സ്ലീക്ക്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഐറ്റിനറിയും ഞാൻ നോട്ട്സൊക്കെ ബുക്കിൽ എഴുതുമെങ്കിലും അത് ഓഫീസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ എനിക്ക് കുറേ ഡയറീസൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിങ്ങനെ എഴുതും. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതും പിന്നെ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതും പിന്നെ യൂട്യൂബ് കാണാൻ തന്നെ എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി ടു ക്യാരി. പിന്നെ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ദെൻ എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബുക്സ് മുഴുവൻ ഞാൻ എൻ്റെ UBSൽ സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നോട്ട്സ് എഴുതുന്നത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ നോട്ട്സൊന്നും ഞാനിപ്പോൾ തുറന്നു നോക്കാറില്ല. ഇതൊക്കെ എൻ്റെ തലയിൽ എഴുതുന്ന പോലെയാണ് വെൻ ഐ റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഫോർ മീ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ഡയറി കളക്ഷൻസ് ലെറ്റർ കാണിക്കാം. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മോസ്റ്റ് അപ്ഡേറ്റഡ് ബുക്ക്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് വലുതാണ് ആവശ്യത്തിന്. സോ ഇതാണ്, കണ്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ നല്ലപോലെ എഴുതുന്ന ആളാണ്. ഇപ്പം ജാനുവരിയിൽ മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ തീർന്നു, ഇനി ഇവിടെ തുടങ്ങണം. സോ ഞാൻ നല്ലപോലെ എഴുതുന്ന ഒരാളാണ്. എഴുതുന്ന വെച്ചാൽ നോട്ട്സ് ഇട്ടോ, എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ബ്രെയിൻ ഓടുന്നത് ഞാൻ ഇതിൽ നല്ലപോലെ കുത്തിവരച്ചിടുന്ന, എൻ്റെ ബ്രെയിനിൻ്റെ പോക്കുകൾ എങ്ങനെയാണെന്ന് വളരെ നന്നായിട്ട് കുത്തിവരച്ചിടുന്ന ഒരാളാണ്. സോ ദിസ് ഈസ് മൈ ഓഫീസ് നോട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടു നടക്കാൻ ഈ ബാഗ് തന്നെ വേണേ. ഇനി അടുത്തത് എൻ്റെ ബാഗിലുള്ളത് എൻ്റെ കണ്ണടയാണ്. പവർ ഗ്ലാസ് ആണ്. എൻ്റെ 2 കണ്ണിനും പവറുണ്ട്. പക്ഷേ ഭയങ്കര ക്രേസി പവറല്ല. പക്ഷേ വണ്ടി ഓടിക്കുമ്പോഴും എനിക്കിതില്ലാതെ ഓടിക്കാൻ ഇവിടെ പാടില്ല. പിന്നെ എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണട വയ്ക്കാതെ ഞാൻ നടക്കും. പക്ഷേ കമ്പ്യൂട്ടറിൽ കമന്ന് കിടന്നിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസ് ജോലികൾ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഓരോ കണ്ണട മേടിക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം, എല്ലാ വർഷവും നാട്ടിൽ നിന്ന് ഞാൻ മേടിക്കുന്നത് കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ലെൻസ്കാർട്ടിൽ നിന്ന് ഒരു കണ്ണട മേടിച്ചു. ദിസ് ഐ റിയലി ലൈക്ക്. അത് നിങ്ങളെ കണ്ടുണ്ടാവും എൻ്റെ വ്ളോഗിൽ. അതുകൊണ്ട് ഈ കണ്ണട വെക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇറ്റ് എൻഹാൻസസ് മൈ ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ കണ്ണട വയ്ക്കാൻ എനിക്കിഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഒരു ബ്ലൂവോ പിന്നെ ഒരു ബ്ലാക്ക്, എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് നല്ലതാണ്. ഇതിപ്പോൾ UV പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് വയ്ക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറാവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള വിസിബിലിറ്റി. പിന്നെ വണ്ടി ഓടിക്കുമ്പം ഗ്ലെയർ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ ലൈറ്റ് വരുമ്പോൾ സ്പ്രെഡ് ആവാതിരിക്കാനും പിന്നെ കമ്പ്യൂട്ടറിലിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രൊട്ടക്ഷനും ഒക്കെയുള്ള ഒരു കണ്ണടയാണ്. ലെൻസ്കാർട്ടിൽ നിന്ന് കണ്ണട മേടിച്ചോളൂ. ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ആണ്. ഞാനിത് മേടിച്ചു. പക്ഷേ സെക്കൻഡ് വൺ ഒരു സൺഗ്ലാസ്സാണ് മേടിച്ചത്. രാവിലെ ചുമ്മാ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സൺഗ്ലാസും കൂടി നമ്മൾ മേടിച്ചു. അത് ഫ്രീ ആയിരുന്നു. ദെൻ ഇനിയുള്ളത് എൻ്റെ സൺഗ്ലാസ് ആണ്. ഇവിടെ വിൻ്റർ ആണെങ്കിലും നമുക്ക് കുറച്ച് സണ്ണൊക്കെ ഉണ്ടാവും വണ്ടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്ക് പണ്ടൊക്കെ കുറേ സൺഗ്ലാസ്സുകളുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബ്രാൻഡൊന്നും അല്ലാത്ത ചുമ്മാ 10-20 ഫ്രാങ്കിനൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്ന. പക്ഷേ ഞാൻ 2023 or 22, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഞാൻ 2 കണ്ണട ബാർസലോണയിൽ വെച്ച് മേടിച്ചു. എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള 2 എണ്ണമാണ്. ബർബറി ആൻഡ് ഒരെണ്ണം പ്രാഡയുടെ. ദിസ് ഈസ് ബർബറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇങ്ങനെയാണ്, നിങ്ങൾ പല വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ബർബറിയുടെ സൺഗ്ലാസ്. ഇതാണ് അതിൻ്റെ കവറും. കുറേ വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രാഡയുടെ ആണ് അടുത്തത്. അതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. അത് ഈ ബാഗിലില്ല. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ദിസ് ഈസ് പ്രിറ്റി എക്സ്പെൻസീവ് ദോ. പക്ഷേ എനിക്ക് ഇത് 2 ഗ്ലാസ് മേടിച്ചതിന് ശേഷം
എനിക്കിങ്ങനെ നോർമൽ ഗ്ലാസ്സസ് വെക്കാൻ തോന്നാറില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭയങ്കര ലൂയി വിറ്റോൺ അർമാനിയുടെ വിലയൊന്നുമല്ല, എങ്കിലും എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ ഇത് മേടിച്ചതിന് ശേഷം എനിക്കിങ്ങനെ കണ്ട എല്ലാ സൺഗ്ലാസസും വെക്കാനൊന്നും തോന്നാറില്ല. സോ ഐ ഓൾവേസ് യൂസ് ദിസ് വൺ ഓർ ദി അതർ വൺ. അതിനൊക്കെ ഒരു കഥയുണ്ട് മേടിച്ചതൊക്കെ, ബട്ട് പിന്നെ പറയാം. പിന്നുള്ളതാണ് ഇത് എൻ്റെ വാട്ടർ ബോട്ടിൽ. സോ ഇത് ഞങ്ങൾ ബാലിയിൽ പോയി, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ബാലിയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് ബാങ്കോക്കിൽ 6 hours എന്തോ ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്റ്റാർബക്സിൽ ഞങ്ങൾ ഇരുന്നിരുന്ന ഫുൾ ടൈം. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിലും ഓരോ സ്ഥലത്തും ഓരോ റീജിയനിലും ഓരോ ഡിസൈനിലാണ് സ്റ്റാർബക്സിൻ്റെ വാട്ടർ ബോട്ടിൽസ് വരുന്നത്. ഇത് ഞാൻ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ കണ്ടിട്ടില്ല. ഇത് ബാങ്കോക്കിൽ നിന്ന് മേടിച്ചതാണ്, എയർപോർട്ടിൽ നിന്ന്. ആൻഡ് ഇത് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കാരണം ഇതെങ്കിലും കണ്ടിട്ട് ഞാൻ വെള്ളം കുടിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിറച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കും. അപ്പോൾ ഇതെൻ്റെ കണ്ണിൽ ഇങ്ങനെ പെടും, എന്നിട്ട് ഞാൻ ഇത് കുടിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഇതുപോലത്തെ പല വാട്ടർ ബോട്ടിൽസും മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ ഇതിലൊന്നും കുടിക്കാറില്ല. സത്യം പറഞ്ഞാൽ മേടിക്കുമ്പോൾ ഉള്ളൊരു ആകാംക്ഷയുള്ളൂ. പക്ഷേ ഓഫീസിൽ സ്ഥിരമായിട്ട് ഇതാണ്, ബിക്കോസ് അവിടെ നമുക്ക് കപ്പ് വേണം വെള്ളം എടുക്കാനായിട്ട്. സോ ഞാൻ ഇതങ്ങ് കൊണ്ടുപോകും, ആൻഡ് ഞാൻ ഇതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം അതാണ്. പിന്നെ എൻ്റെ ബാഗിൽ ഒരു ലിപ് ബാമുണ്ട്. ഇത് നമ്മുടെ എസ്റ്റേ ലോയിഡറിൻ്റെ ഒരു സിമ്പിൾ ലിപ് ബാമാണ്, നത്തിങ് സ്പെഷ്യൽ. ആ ലിപ് ബാമിൽ കുറച്ച് ഷുഗറി കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ ചുണ്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരച്ച് കഴിഞ്ഞാൽ അതിങ്ങ് പോരും. ലിപ് ബാം കം കുറച്ച് ഷുഗറി എഫക്റ്റും കൂടി ഉള്ളതാണ്, നല്ല മണമുണ്ട്. സോ ഇതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് നൈക്കിയിൽ നിന്ന് മേടിച്ചാണ്. എസ്റ്റേ ലോയിഡറിൻ്റെ എക്സ്പെൻസീവാണ്, നാട്ടിൽ സ്റ്റാൻഡേർഡിൽ എക്സ്പെൻസീവാണ്. പിന്നെ ഉള്ളത് ഇതും നാട്ടിൽ നിന്ന് മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വ്ളോഗിൽ ഇല്ലാത്ത ഒരു കളക്ഷൻ, ഒരു പുതിയ ഐറ്റമാണ്, അഡീഷണലാണ്. ദിസ് വൺ ഇസ് കെ ബ്യൂട്ടിയുടെ, അതായത് നമ്മുടെ കത്രീന കൈഫ് ചേച്ചിയുടെ ബ്രാൻഡാണ് ഇത്, കെ ബ്യൂട്ടി. അപ്പം ഈ പനാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഈ പനാഷ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അപ്പോൾ നാട്ടിൽ നൈക്കയിൽ, ലുലുമോളിൽ നൈക്കയിൽ ഈ പനാഷുണ്ട്. 1000 രൂപയുള്ളൂ, നമ്മുടെ നാട്ടിൽ 999 ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പല കളേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഞാനിത് വെയർ ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കര സിൽക്കി ആയിട്ട് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഇരുന്നിരുന്നു. പക്ഷേ ഇവിടെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ആ ഒരു സിൽക്കീനെസ് ഒന്നുമല്ല, നമ്മളെ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കുന്ന പോലെ തോന്നും. സാറ്റിൻ ഫിനിഷാണ്. പക്ഷെ നാട്ടിൽ ഇടുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് അല്ല ഇവിടെ ഉള്ളത്. പനാഷ് ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. ഐ വുഡ് ഷോ ഇറ്റ് ഹിയർ. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന്, ബട്ട് ഐ വിൽ വെയർ ഇറ്റ് വൺ ഡേ ആൻഡ് ഐ വിൽ ഷോ യു. യെസ്, സോ ദിസ് ഇസ് പനാഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിൻ്റെ 1000 രൂപയ്ക്കുള്ള ഒരു കളറിങ് അല്ലെങ്കിൽ ഡിസൈനൊന്നും അല്ല. അപ്പോൾ ഈവൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലാണെങ്കിൽ പോലും ഇത് കണ്ടോ, ഇങ്ങനെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാട്ടിലെ ക്ലൈമറ്റിൽ ഇത് നല്ലതാണ്, ഇവിടെയും നല്ലതാണ്. 1000 രൂപയ്ക്ക് ഒട്ടും നഷ്ടമല്ല. മാഗ്നറ്റിക് ഒരു എഫക്റ്റ് ഉള്ളതാണ്. കെ ബ്യൂട്ടി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നാട്ടിൽ പോയാൽ എല്ലാവരും ട്രൈ ചെയ്യാം. അതാണ് എൻ്റെ അടുത്ത സാധനം. അപ്പം ഞാൻ അന്നന്ന ദിവസങ്ങളിൽ ഇടുന്ന ലിപ്സ്റ്റിക്കുകൾ വാരി അങ്ങ് ഇടും. അപ്പം എല്ലാ ലിപ്സ്റ്റിക്കൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നുള്ളത് ഒരു സ്ക്രഞ്ചി, ഇതുപോലത്തെ 2 ഉണ്ട് എനിക്ക്. എവിടെയെന്ന് അറിയില്ല. എനിക്കിങ്ങനെ ലൂസ് സ്ക്രഞ്ചീസ് ഇഷ്ടമല്ല. ഇത് നല്ല ടൈറ്റ് സ്ക്രഞ്ചിയാണ്. എൻ്റെ മുടിയെല്ലാം കിട്ടുന്ന ടൈപ്പ്. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. ലൂസായിട്ടുള്ള സ്ക്രഞ്ചീസ് എല്ലായിടത്തും കിട്ടും കേട്ടോ, ഈ ഒരു ടൈപ്പ്. പക്ഷേ ഞാനിങ്ങനെ ടൈറ്റ് നോക്കി മേടിക്കും. ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. 2 ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പോണിറ്റെയിലോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞാൻ കെട്ടിവെക്കുന്നതാണ് മിക്ക സമയവും. അപ്പം നമ്മുടെ മുടിയിൽ ബെൻഡ് വരില്ല. ഇതിപ്പം ഞാൻ സ്ട്രൈറ്റൻ ചെയ്യാതെ ഇട്ടേക്കാട്ടോ, കുളിച്ച് കഴിഞ്ഞിട്ട് അതേപടി ഇട്ടേക്കാണ്. പക്ഷേ നമുക്കിപ്പോൾ കെട്ടി വെച്ചാലും നോർമൽ ഒരു ബാൻഡ് ഇടുന്ന പോലെ ഇത് ബ്രേക്കിംഗ് വരില്ല മുടിയിൽ. ഈ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുടി പൊട്ടാതൊക്കെ ഇരിക്കാനായിട്ട് നല്ലതാണ്. ഇത്രയും പാടുള്ളൂ. നല്ല ടൈറ്റായിട്ട്, നല്ല ടൈറ്റല്ല,
ഭയങ്കര ലൂസും അല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാം മുടി ഇതിൽ കൊള്ളും. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഹെയർ ബാൻഡാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അഡിഡാസിൻ്റെ 3 ബാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അത് ഒരെണ്ണം ഞാൻ നാത്തൂന് കൊടുത്തു, അഷയ്ക്ക്. പിന്നെ വേറൊരു തിന്നുണ്ട്. പിന്നെ ഇത് അനദർ വൺ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാൻഡാണ്. മുടി വല്ലാതിരിക്കുന്ന ദിവസം ഞാനിതങ്ങ് വെച്ച് കെട്ടും. ദെൻ എൻ്റെ ബാഗിൽ ഇനിയുള്ളത് എൻ്റെ വൺ ഓഫ് ദ പെർഫ്യൂം ക്ലോയി. ഇതാണ് ഞാൻ ഇപ്പം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 3 to 4 നല്ല എക്സ്പെൻസീവും ബ്രാൻഡഡും ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ട്. ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷേ എങ്കിലും ഐ വിൽ ഗോ വിത്ത് 1 പെർഫ്യൂം, എന്നിട്ട് അത് തീർക്കും, എന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകുള്ളൂ. അപ്പോൾ ലാൻകോമും ക്ലോയിയും പാവൽ എനിക്ക് ഒരേ സമയത്ത് മേടിച്ച് തന്നതാണ്. പക്ഷെ ലാൻകോം ഞാൻ തീർത്തു. പക്ഷെ ക്ലോയി ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യത്തില്ലായിരുന്നുള്ളൂ. പക്ഷേ ദിസ് ഈസ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ്. ലാൻകോം തീർന്നതുകൊണ്ട് ക്ലോയിലേക്ക് കയറി. ഇതിൻ്റെ അടപ്പ് എവിടെയോ പോയി. ഞാനിത് ബാഗിൽ ഇങ്ങനെ ഇട്ടേക്കും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഡിസ്കളറേഷൻ ആയത് ഒരു ദിവസം കുറച്ച് ഇങ്ങനെ ഒഴുകിപ്പോയി, അതുകൊണ്ട് ഡിസ്കളറേഷൻ ആയതാട്ടോ. സുന്ദരി കുട്ടിയാണ്. ക്ലോയി നല്ല പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ്. എൻ്റെ അടുത്ത് ഊബർ ഡ്രൈവർമാർ വരെ ചോദിച്ചിട്ടുണ്ട് ഇതേതാ പെർഫ്യൂം എന്ന്. സോ ക്ലോയി. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പേര് പെർഫ്യൂമൊക്കെ ഗിഫ്റ്റ് തരും കേട്ടോ. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് ഞാൻ മേടിക്കും. ചില പെർഫ്യൂംസിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫോർ മീ എനിക്ക് ചില പെർഫ്യൂം എനിക്ക് തലവേദന ഉണ്ടാക്കും. വൈകുന്നേരം പിന്നെ തൊണ്ടവേദന, ജലദോഷം, പെർഫ്യൂംസ് ഭയങ്കര പ്രശ്നമാണ് ചില പെർഫ്യൂംസ്. ചിലത് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ബോട്ടിൽ ആദ്യം മേടിച്ച് അത് യൂസ് ചെയ്ത് നോക്കി തലവേദനയും തൊണ്ടവേദനയും ജലദോഷത്തിലേക്കൊക്കെ ഒന്നും വരാത്ത പെർഫ്യൂംസേ ഞാൻ എന്നിട്ട് പിന്നെ മേടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ തരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ മനസ്സിനകത്തേക്ക് കയറുന്ന വിയേർഡ് ടൈപ്പ് ഓഫ് മണങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഷാർപ്പ് ഊതിൻ്റെ മണങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഫ്ലോറൽ പക്ഷേ ക്ലാസി മണങ്ങളാണ് ഇഷ്ടം. അപ്പം അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ക്ലോയി. നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഐ ഓൾസോ വുഡ് ലൈക്ക് ടു സേ, നിങ്ങൾ പെർഫ്യൂമൊക്കെ മേടിക്കുമ്പം ആദ്യം നമ്മൾ ഷോപ്പിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റാണ് പ്രൈസ്. എന്നിട്ട് നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ട് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ കിട്ടും. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു 10,000 താഴെ. സ്വിറ്റ്സർലൻഡിൽ ഒരു 100 ഫ്രാങ്ക്സിൻ്റെ താഴെയുള്ളൂ ഈ പെർഫ്യൂം ക്ലോയി. അല്ല, എനിക്കറിയില്ല, നിങ്ങൾ കയറി നോക്കൂട്ടോ. ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ട്രൈ ചെയ്യാം. പിന്നെ എനിക്കുള്ളത് ഗം. ഇത് ഗമ്മല്ല, ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഫിഷർമെൻസ് ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിയാണ്. നമുക്ക് ചൂയിങ്കം പോലെ തന്നെ, അതായത് മൗത്ത് ഫ്രഷ്നർ. ചൂയിങ്കല്ല, ക്യാൻഡി മൗത്ത് ഫ്രഷ്നറാണ്. ഫിഷർമെൻ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. ഇത് ഇംഗ്ലണ്ടിലും ഷ്വൈറ്റ്സിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ കിട്ടും. ഫിഷർമെൻസ് ഫ്രണ്ട്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ ഓഫീസിൽ ഒരു ദിവസം വൺ ഓഫ് ദി കൊളീഗിൻ്റെ കൂടെ ബ്രേക്കിന് പോയപ്പോഴത്തേക്കിനും ഹീ വാസ് ഗിവിങ് മീ, പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ മേടിച്ചു. അപ്പം ഫിഷർമെൻ ഈ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിനമൺ, പക്ഷേ സിനമണിൻ്റെ ഫ്ലേവറൊന്നും അല്ല. സിനമൺ ഗ്രീൻ കളർ. ഇത് മേടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ല, ഇതൊക്കെ മിൻറ്റും ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് പെണ്ണുങ്ങൾക്ക് പറ്റിയതാണ്, ആണുങ്ങൾക്കും പറ്റിയതാണ്, അങ്ങനെയാണല്ലോ ഞാനിത് അറിഞ്ഞത്. സോ ദിസ് ഈസ് മൈ മൗത്ത് ഫ്രഷ്നർ. പിന്നെയുള്ളത് എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക്ക് ബോബി ബ്രൗണിൻ്റെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിൽ. ക്ലാരറ്റാണ് ഇത്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇട്ടിരിക്കുന്നത് ഇതാണ്. പിന്നെ നിങ്ങൾ അതായത് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ 2 ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ഓഫീസിൽ ഇവിടെ കിടക്കുക, ഒരെണ്ണം എൻ്റെ മേക്കപ്പ് ബോക്സിലുണ്ട്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്. ഇത് നിങ്ങൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിൽ കണ്ടിട്ടുണ്ടാവാം. സോ പിന്നെ ഉള്ളത് സൺസ്ക്രീൻ. ഇത്
സോളാ സേഫിൻ്റെ 50+ സൺസ്ക്രീനാണ്. നാട്ടിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ 2-3 മേടിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ ബാഗിൽ ഇങ്ങനെ കിടക്കുള്ളൂ. 2 ഫിംഗർ അപ്രോച്ചാണ് സൺസ്ക്രീനിൽ ചെയ്യേണ്ടത്. ഇത് പാച്ചസ് ഒന്നും മുഖത്ത് വരാത്ത നല്ല വൃത്തിയുള്ള സൺസ്ക്രീനാണ്. പക്ഷെ ഞാൻ ഇടാറില്ല. അതെൻ്റെ തെറ്റാണ്. സൺസ്ക്രീനാണ് നമ്മളെ ആൻറ്റി ഏജിങ് ആയിട്ടും എല്ലാത്തിനും നമ്മളെ മുഖത്തിപ്പിടുന്നില്ല. കാര്യം ഞാൻ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ആൻറ്റി ഏജിങ്ങിനും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഉള്ള സ്കിൻ ക്യാൻസറിനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ടാനാവാതൊന്നും ഇരിക്കില്ല. ഇതെന്തായാലും നമുക്ക് ടാനാവും. അപ്പോൾ 2 ഫിംഗർ അപ്രോച്ച് വേണം നമ്മൾ ഫേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഫിംഗറിൽ ഫുൾ എടുത്തിട്ടാണ് നമ്മൾ ഫേസിൽ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ ഒരെണ്ണം ഉണ്ടാവും, പിന്നെ പുറത്ത് ഒരെണ്ണമുണ്ട്. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഇടും. പക്ഷേ എല്ലാവരും എത്ര വിൻ്റർ ആണെങ്കിലും മഴയാണെങ്കിലും രാത്രിയാണെങ്കിലും ഇത് ഇടേണ്ടതാണ് എന്നാണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇടാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നുള്ളത് എന്താണ്? പിന്നുള്ളത് എൻ്റെ കാറിൻ്റെ കീ. പിന്നുള്ളത് എൻ്റെ ഹൗസ് കീ. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതാണ് ചിപ്പോളോ. അതായത് ഇപ്പം എൻ്റെ ഫോണായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കീ കാണാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിപ്പോളോയിൽ ഫോണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് റിങ് ചെയ്തോളും. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. പിന്നെ എൻ്റെ ഫോൺ ഇപ്പോൾ ഈ ഫോൺ കാണാതെ പോയാൽ ഇത് ക്ലിക്ക് ചെയ്താൽ ഫോണും അടിക്കും. അതാണ് ചിപ്പോളോ. അപ്പോൾ അത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് എൻ്റെ ഹൗസ് കീ. ദെൻ ഉള്ളത് എൻ്റെ അനദർ ലിപ്സ്റ്റിക്ക്. ഇതും നിങ്ങൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിൽ കണ്ടിട്ടുള്ളതാണ്, ഹുഡ ബ്യൂട്ടിയുടെ. അതുമുണ്ട്. കുറച്ച് ലിപ്സ്റ്റിക്സ് എൻ്റെ ബാഗിലുണ്ട്. പിന്നുള്ളത് ഇത് എൻ്റെ മാതാവിൻ്റെ കൊന്തയാണ്. അതായത് എനിക്ക് ബിന്ദു തന്നതാണ് ഈ കൊന്ത. അമ്മയാണ് എനിക്ക് എപ്പോഴും കൊന്ത തരാറ്. അമ്മ തന്ന കൊന്ത എൻ്റെ ബൈബിളിൻ്റെ മുകളിൽ അവിടെ ഇരിപ്പുണ്ട്. ഇതെനിക്ക് ബിന്ദു തന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല രസമാണ്. ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നോളും. സോ ഇതാണ് എൻ്റെ റോസറി, മാതാവിൻ്റെ. ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ട് കേട്ടോ. എന്തോ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ കൊന്ത. ദെൻ ഇത് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ അമ്മ ഒരു കൊന്ത ബാഗിലിട്ടിരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് ഓർമ്മയില്ല, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതാണ് എൻ്റെ ഒരു വാളറ്റ്. എനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള വേറെ മൈക്കിൾ കോർസിൻ്റെ ഒരു വാളറ്റ് ഉണ്ട്. പക്ഷേ അത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കില്ല. ബിക്കോസ് എനിക്ക് കാർഡ്സ് മാത്രം മതി ഓഫീസിൽ പോകുമ്പോൾ. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫീസിൽ പോകുമ്പം ഈ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് സ്കാൻ ചെയ്തിട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ റെവല്യൂട്ടിൻ്റെ പ്രീപെയ്ഡ് കാർഡ്, ദെൻ എൻ്റെ വീസ, ഇതൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കും. ദെൻ എൻ്റെ ഇൻഷുറൻസ്, ദെൻ ഇത് എൻ്റെ കുമിളൂസ് കാർഡ്. ഇതാണ് എൻ്റെയും പാവലിൻ്റെയും ടുഗെദർ ആയിട്ടുള്ള കാർഡ്. എക്സ്പെൻസസിന് മാത്രമുള്ളതാണ്. പ്രീപെയ്ഡ് കാർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡെയിലി എക്സ്പെൻസിനുള്ള സ്വൈപ്പിങ് ഞങ്ങൾ ചെയ്യുന്നത്, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് കാർഡ്സ്, പക്ഷേ കാർഡ്സ് അതായത് എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് പോലെ എന്തെങ്കിലും. പിന്നെ ഇവിടെയും കുറച്ച് കാർഡ്സ്. എൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഇവിടെയാണ് കിടക്കുന്നത്. സോ ഇതാണ് എൻ്റെ വാളറ്റ്. ഇത് മാംഗോയുടെ ആണ്. ഈ കുട മേടിച്ചപ്പം അവിടെ എനിക്കിങ്ങനെ കുഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെന്നറീഫിൽ പോയപ്പോൾ ഒരെണ്ണം മേടിച്ചു. പക്ഷേ അത് ക്ലോത്തിൻ്റെ ആയതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് ടൈമിൽ മേടിച്ച അതാ റെഡ്. ഇപ്പം ഞാനത് മാറ്റാം, പക്ഷേ അടുത്ത ക്രിസ്മസിന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് മൈ വാളറ്റ്, മിനി വാളറ്റ്. പിന്നെ എനിക്കുള്ളത് ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ ഫോർ എവറി ഗേൾസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിങ്ങനെ കിടക്കും. ഇതിൽ എനിക്ക് ഒരു സാനിറ്റൈസിങ് വൈപ്പുണ്ട്. പിന്നെ കോംപീഡ് പറഞ്ഞിട്ടുള്ള ഒരു ഷൂ ബൈറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധനമാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് എ ലൈഫ് സേവർ. എൻ്റെ കാലൊക്കെ എപ്പോഴും ഷൂ ബൈറ്റ് കിട്ടി മഷിയും. കാര്യം ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഷൂ ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇഫ് യു സീ,
കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതങ്ങ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. സ്കിന്ന് പോലെ തന്നെ ഇരിക്കും. ഭയങ്കര കട്ടിയാണ്, നമ്മുടെ പ്ലാസ്റ്റർ പോലെയല്ല, നല്ല നല്ല റബ്ബറാണ്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും കൊണ്ടുനടക്കും. എൻ്റെ കാലിലൊക്കെ ഒത്തിരി ഷൂ ബൈറ്റ്സ് വന്നിട്ടുണ്ട് ബോധമില്ലാതെ, ഇതൊന്നും ഇല്ലാതെ നടന്നിട്ട്. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. കോംപീഡിൻ്റെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇവിടെ കിട്ടും. പിന്നെ എനിക്കുള്ളത് ടിഷ്യൂ പേപ്പർ. തീരാറായി എടുക്കണം. ടിഷ്യൂ പേപ്പർ എപ്പോഴും ഉണ്ടാവും. പിന്നെ എനിക്കുള്ളത് ഞാൻ യൂസ് ചെയ്യണ ടാംപോൺസ് ആണ്. സോ ഇറ്റ്സ് ഓൾവേസ് ദെയർ വിത്ത് മീ, ഫോർ മീ ഓർ മൈ ഫ്രണ്ട്സ് ഓർ ഹൂഎവർ. ദെൻ ഐ ഹാവ് പാൻറ്റി ലൈനേഴ്സ്. എപ്പോഴും ഹൈജീനിക്കായിട്ട് പാൻറ്റി ലൈനേഴ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എനിക്ക് പാൻറ്റി ലൈനേഴ്സ് ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്യാറുമുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് സാനിറ്ററി നാപ്കിൻസ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ടാംപോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ മീ ഐ ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് ഐ ഗോട്ട് എ പീരിയഡ്സ്, ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി റിഫ്രഷിങ്. ആൻഡ് എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് എൻ്റെ ഇന്നർ പാർട്സ് ഇരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐ പ്രിഫർ ടാംപോൺസ്. കുറേ പേര് പറയും ടാംപോൺസ് ആർ ഡേഞ്ചറസ്. ഫോർ മീ ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് അൺടിൽ ആൻഡ് അൺലെസ് യു റിമൂവ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. മാക്സിമം 3 hours കൂടുതൽ വെക്കാതിരിക്കുക, റിമൂവ് ചെയ്യുക. അതിപ്പം സാനിറ്ററി പാഡ് ആണെങ്കിലും ടാംപോൺ ആണെങ്കിലും ഒരു സമയത്തിൽ കൂടുതൽ വെച്ചാൽ അത് ബാഡാണ്. പിന്നെ അത് തന്നെയല്ല, ഇത് ടാംപോൺസ് മറന്നു പോകാതിരിക്കുക. നമ്മൾ പീ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇതുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അതെടുത്ത് മാറ്റിയിട്ട് വേണം യൂറിനേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ദെൻ യു പുട്ട് another one. So you don't pee on top of tampon and get infection, then don't blame tampon, okay? So yeah, അങ്ങനെ ഒരു ടാംപോൺ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. നല്ല ക്ലീൻ ആണ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് ഇങ്ങനെയുള്ളൂ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. വിത്ത് ദിസ് 2 പോക്കറ്റ്സ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ, അല്ലാതെ അറ്റം വരെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ടൈനി മിനി പോക്കറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ ഫോണും ചാർജറും എൻ്റെ ബാഗിലുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ചാർജർ പുറത്ത്, ഞാൻ വീട്ടിലായത് കൊണ്ടും പുറത്താണ്. ഇപ്പോൾ ചാർജറും ഫോണും എൻ്റെ ബാഗിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. സൂൺ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ദാറ്റ് എനിക്ക് പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് വരാനായിട്ടൊരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എപ്പോഴും ഉത്സാഹമൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആൻഡ് ഐ വിഷ് യു ഓൾ എ ലവ്ലി വീക്കെൻഡ്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പുതിയ വ്ളോഗ്സായിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച കാണും. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.